പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഒരൊറ്റ സ്വലാത്തായിരിക്കും ഒരു പക്ഷേ നമ്മെ രക്ഷപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഉറക്കെ സ്വലാത്ത്, നമ്മൾ ഇതിൽ നിന്ന് സ്വലാത്ത് ചൊല്ലി ഈ മജ്ലിസിന്റെ സ്വലാത്ത് അങ്ങ് മദീനയിലേക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വഹുവ ആഖിദും ബിയദി ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഫഖാല, അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, വല്ലാഹി ല അൻത യാ റസൂലല്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി. ഓ നബിയേ, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ല അൻത നിങ്ങൾ, യാ റസൂലല്ലാഹ് ഓ മുത്തുനബിയേ, അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ നഫ്സി, എന്റെ ശരീരത്തെക്കാൾ എനിക്ക് സർവത്തിനേക്കാൾ, എന്റെ ശരീരം ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളെക്കാൾ എനിക്ക് അങ്ങയോടാണ് പ്രണയം നബിയേ. فقال النبي صلى الله عليه وسلم തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഇൻദഹു അഹബ്ബ ഇലൈഹി മിൻ നഫ്സി. പോരാ ഉമറേ, പോരാ, നിങ്ങളുടെ ശരീരത്തെക്കാൾ ഞാൻ നിങ്ങളിലേക്ക് ഇഷ്ടമാകുന്നത് വരെ നിങ്ങൾ പൂർണ്ണ മുഅ്മിനാവൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഞാനും നിങ്ങളും സാധാരണക്കാരാണ്. നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം, എന്തേ മുത്തുനബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതൊരു സ്വാർത്ഥ താല്പര്യമല്ലേ? ഞാനാണ് നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ ആവേണ്ടത് എന്ന് മുത്തുനബി തങ്ങൾ അങ്ങനെ പറയാം.